ഹലോ. അപ്പോൾ കാണാനും കല്യാണമൊന്നും ഇല്ലാണ്ട് കുടയൊക്കെ ചൂടി ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ മുന്നത്തെയാണ് കേട്ടോ. എന്നായിരുന്നു ഓഗസ്റ്റ് 28-ാം തീയതിയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ കല്യാണിക്കുട്ടിയുടെ സ്കൂളിലെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ചികിത്സയുടെ സഹായത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പാലട പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ അതൊരു സഹായമായിരുന്നു, ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് 2 ലിറ്റർ ഒരുപാട് കൂടുതലാണ്, എന്നാലും ഞാൻ 2 ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു പായസക്കൊതിയനുണ്ട് കേട്ടോ. പായസം കൂടി ചോറൊക്കെ തരുന്ന ഒരാളുണ്ട്. അപ്പം ഞാനത് വാങ്ങാനായിട്ട് പോയി. കല്യാണിനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. നല്ല മഴയത് കാരണം രണ്ടാളെയും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പം ഞാനതൊക്കെ പോയി മേടിച്ചിട്ട് വന്നപ്പോൾ തൊട്ട് ഒരാൾ നുണയലൊക്കെ തുടങ്ങി കേട്ടോ. പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കന് ഭയങ്കര ഇഷ്ടമാണെന്നേ. മധുരത്തിനോട് ഇതുപോലെ ഇഷ്ടമുള്ളൊരു ചെക്കൻ നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്പലത്തിൽ നിന്നൊക്കെ ആണെങ്കിലും പായസമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പി. ഞാനും ഹാപ്പിയാണ്. കാരണം പായസമൊക്കെ ഉള്ള ദിവസം അവൻ നല്ല രീതിയിൽ ഭക്ഷണം ചോറ് കഴിക്കും. അപ്പോൾ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും ചിരിക്കും കേട്ടോ, പായസം കൂട്ടി ചോറ് തന്നെ എന്നൊക്കെ. അപ്പോൾ ആളുടെ ഒരു കോമ്പിനേഷനാണത്. ആൾക്ക് പായസം ഒഴിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അന്നത്തെ ദിവസം അവൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കഴിക്കുമല്ലോ. അപ്പോൾ കല്യാണിക്കുട്ടി വേഗം വന്നിട്ട് അവൾക്ക് ഈ വെള്ള കളറിലുള്ള പായസം അവൾക്ക് ഇഷ്ടമുള്ളൂ. നമ്മൾ ഗോതമ്പ് പായസമൊക്കെ വെക്കുമ്പോൾ ശർക്കരയുടെ കളറിലല്ലേ ഇരിക്കുക. അപ്പോൾ അത് അവൾക്ക് പറ്റില്ലേ, വെള്ള കളറിലുള്ളതാകുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആൾ വന്ന് വേഗം അത് മേടിക്കാനൊക്കെ ആയിട്ട് നിന്ന് അത് മേടിച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. പിന്നെ കുറച്ച് നേരം വേണം നമുക്ക് കണ്ണൻകുട്ടിക്ക് കൊടുക്കാനായിട്ട് ഇരിക്കാനായിട്ട്. കണ്ണനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, പായസമൊക്കെ കുട്ടിക്ക് ചോറ് കഴിക്കാനായിട്ട്.